സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. ജയ ജയ മഹാദേവി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അപ്പൊ നമ്മളിങ്ങനെ ചൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലെ. കുറേ അറിയാത്ത കഥകൾ, അറിയുന്ന കഥകളും അങ്ങനെ. ഇപ്പം ഒരു ദാനത്തിന്റെ ഫലം ആണ് പറഞ്ഞിരിക്കുന്നത്. 30-ാമത്തെ അധ്യായത്തില് ഒരു ദാനങ്ങളുടെ ഇന്ന ദാനം ചെയ്ത ഇന്ന ഫലം എന്നൊക്കെ ഉണ്ടല്ലോ. ചോദിക്കുകയാണ്, ധർമ്മരാജാവേ, ഏത് കർമ്മങ്ങൾ ചെയ്തിട്ടാണ് സ്വർഗലോകത്തേക്കും മറ്റു ലോകങ്ങളേക്കും പുണ്യം ചെയ്ത മനുഷ്യർ പോകുന്നതെന്ന് പറയാൻ ധർമ്മരാജാവിനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ധർമ്മരാജാവ് പറയണു, ഭാരതത്തിലെ ബ്രാഹ്മണന്മാർക്ക് അന്നദാനം ചെയ്താൽ എത്ര അന്നമുണ്ടോ അത്രയും വർഷം ശിവലോകത്ത് വസിക്കാം. അന്നദാനം മഹാദാനമാണ്. അത് ആർക്ക് നൽകിയാലും പുണ്യം കിട്ടാതിരിക്കയില്ല. അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു ദാനമില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാല്, ബാക്കി എല്ലാ സാധനവും ഇനിയും ഇപ്പൊ പൈസ നമ്മൾ കുറച്ച് പൈസ കൊടുക്കണ്ടെങ്കിൽ കുറച്ചുകൂടി കിട്ടിയാൽ തരക്കേടില്ലായിരുന്നു, കുറച്ചുകൂടി കിട്ടിയാൽ തരക്കേടില്ലായിരുന്നു എന്ന് പറയുമല്ലോ, വിചാരിക്കും മനസ്സില്. ഈ അന്നദാനത്തിന് അത് വിചാരിക്കൂല. കാരണം വയറ് നിറഞ്ഞ പിന്നെ വേണ്ടല്ലോ, മതി തൽക്കാലെങ്കിലും മതി എന്ന് പറയുന്നൊരു സാധനം അന്നം. അതുകൊണ്ട് അന്നദാനം മഹാദാനം എന്ന് പറയപ്പെടുന്നു. ഇതിന് സമയമോ കാലമോ പാത്രം ഒന്നും നോക്കേണ്ടതുമില്ല. ദേവന്മാർക്ക് കൊടുക്കാം, ബ്രാഹ്മണർക്ക് കൊടുക്കാം. വാഹനം ദാനം ദേവന്മാർക്കോ ബ്രാഹ്മണർക്കോ വാഹനം ദാനം ചെയ്താൽ 10,000 വർഷം വിഷ്ണുലോകത്ത് കഴിയാം. കറവുള്ള പശുക്കളെ ദാനം ചെയ്താൽ അതിന്റെ രോമമുള്ള തന്നാൾ വൈകുണ്ഠത്തിൽ വാഴാൻ കഴിയും. ദൈവാദിനം കൊണ്ട് ഞാനൊരു പശുവിനെ ദാനം ചെയ്തതിന് ചെറുപ്പത്തിൽ, എനിക്ക് വേണ്ടി എൻ്റെ അമ്മ. പുണ്യദിനത്തിലാണെങ്കിൽ ഇരട്ടി ഫലം കിട്ടുകയും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ചന്ദ്രലോകത്തിൽ 10,000 വർഷം വസിക്കാം. വിപ്രന് എരുമയെ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ രോമമുള്ളത്ര നാൾ വിഷ്ണുലോകത്ത് വസിക്കാം. ഭംഗിയുള്ള വെൺകൊറ്റക്കുട ദാനം ചെയ്താൽ 10,000 വർഷം വരുന്ന ലോകത്ത് പൂജ്യനായി തീരും. രോഗിയായ വിപ്രന് ഇണവസ്ത്രം കൊടുത്താൽ വായുലോകത്ത് 10,000 ആണ്ടുകൾ സുഖമായി കഴിയും. വായുലോകത്താ. സാളഗ്രാമം വസ്ത്രത്തോടുകൂടി ബ്രാഹ്മണന് ദാനം ചെയ്താൽ അചന്ദ്രതാരം വൈകുണ്ഠത്തിൽ വസിക്കാം. ബ്രാഹ്മണർക്ക് തൽപ്പ്, അതായത് കടക്ക ദാനം ചെയ്താൽ സ്ഥിരമായി ചന്ദ്രലോകത്ത് വസിക്കാം. ദേവന്മാർക്കും ബ്രാഹ്മണർക്കും ദീപം നൽകുന്നവൻ ഒരു മന്വന്തര കാലം അഗ്നിലോകത്ത് വസിക്കാം. ഭാരതത്തിൽ വെച്ച് ആനയെ ദാനം ചെയ്താൽ ഇന്ദ്രാസനാർത്ഥം ലഭിച്ച് ആയുഷ്കാലം മുഴുവൻ ഇവിടെ വസിക്കാം. ഭാരതത്തിൽ വെച്ച് അശ്വത്തിനെ ബ്രാഹ്മണന് നൽകിയാൽ 14 ഇന്ദ്രന്റെ കാലം ഭരണലോകത്ത് വസിക്കാം. ഫലവൃക്ഷത്തോടു കൂടി ഒരു തോട്ടം ബ്രാഹ്മണന് നൽകിയാൽ വായുലോകത്ത് ഒരു മന്വന്തരം സുഖിച്ചു കഴിയാം. ബ്രാഹ്മണന് വെഞ്ചാമരം ദാനം ചെയ്താൽ വായുലോകത്ത് 10,000 വർഷം സുഖമായി വസിക്കാം. ധാന്യവും രത്നങ്ങളും ദാനം ചെയ്താൽ കൊടുത്തവനും സ്വീകരിച്ചവനും ശ്രീഹരിയുടെ നാമം ഭാരതത്തിൽ വെച്ച് ജപിക്കുന്നവനും ദീർഘായുസ് ലഭിക്കും. ബ്രാഹ്മണന് എള്ള് ദാനം ചെയ്താൽ അടുത്ത ജന്മം നല്ല കുലത്തിൽ വന്ന് പിറക്കും. ഈ ജന്മത്തിൽ നിന്ന് മോശം കുലത്തിലാണെങ്കിൽ അടുത്ത ജന്മം നല്ല കുലത്തിൽ വന്ന് ജനിക്കും. വസ്ത്രഭൂഷാദികൾ കൊടുത്ത് അലങ്കരിച്ച് കന്യകയെ വിപ്രന് കൊടുത്താൽ അവന് ചന്ദ്രലോകത്ത് വസിക്കാം. ഗൃഹം ദാനം ചെയ്താൽ 100 മന്വന്തരം സ്വർഗസൗഖ്യം ലഭിക്കും. വിളഭൂമിയും തൊഴുത്തും ചേർന്ന ഗ്രാമം ബ്രാഹ്മണർക്ക് ദാനം ചെയ്താൽ 1,00,000 മന്വന്തരം വൈകുണ്ഠത്തിൽ വസിക്കാം. ഒരു നഗരം ബ്രാഹ്മണന് ദാനം ചെയ്താൽ കൈലാസത്തിൽ താമസിച്ച് നമുക്കുണ്ടാവണ്ടേ അത്രയെല്ലാം കൊടുക്കാൻ. 100,000 പുരങ്ങൾക്ക് നാഥനാകാം. സർവസ്വദാനം ചെയ്യുന്നവനും സിദ്ധന്മാരും വീണ്ടും ഭാരതത്തിൽ വന്ന് ജനിക്കും. എന്നാൽ ദേവീഭക്തന് പിന്നീട് ജന്മമില്ലാട്ടോ. അവൻ ദേവിയുടെ മണിദ്വീപത്തിൽ വസിച്ച അനവധി പ്രളയങ്ങൾ കാണാൻ സാധിക്കും. ദേവീ മന്ത്രോപാസകന്മാർ മർത്യദേഹം ഉപേക്ഷിച്ച് ദിവ്യരൂപം കൊണ്ട് ദേവിയെ സേവിച്ച് കഴിയാം. അവർക്ക് ജരാനരകൾ ബാധിക്കുകയില്ല. വൃശ്ചിക മാസത്തിൽ തുളസിപ്പൂ വൈഷ്ണവന്മാർക്ക് നൽകുന്നവൻ വൈകുണ്ഠത്തിൽ സുഖമായി വസിക്കും. നിത്യവും ഗംഗയിൽ സ്നാനം ചെയ്യുന്നവൻ സൂര്യനെ പോലെ ശുദ്ധനായി വരും. അവന്റെ ഓരോ കാൽവെപ്പിലും അശ്വമേധയാഗത്തിന്റെ ഫലം ലഭിക്കും. വൈശാഖത്തിൽ ശർക്കര ചേർത്ത് അരിമാവ് കൊടുക്കുന്നവൻ കൈലാസത്തിൽ ഒരുപാട് കാലം താമസിക്കൂട്ടോ. കൃഷ്ണാഷ്ടമി വ്രതം അനുഷ്ഠിക്കുന്നവൻ
100 ജന്മങ്ങളിൽ ചെയ്ത പാപം നശിച്ച് വൈകുണ്ഠത്തിൽ താമസിക്കും. ശ്രീരാമനവമി വ്രതം അനുഷ്ഠിക്കുന്നവനാണെങ്കിലോ വിഷ്ണു ലോകത്തിൽ വസിച്ച് സുഖിക്കും. ആഘോഷത്തോടെ ദേവീ പൂജ നടത്തുന്നവൻ ശിവലോകത്ത് ഒരുപാട് കാലം ജീവിക്കും. ഈ പുണ്യഭൂമിയായ ഭാരതഭൂമിയിൽ മഹാലക്ഷ്മി പൂജ ഷോഡശോപചാരങ്ങളോടുകൂടി ചെയ്യുന്നവൻ ഗോലോകത്തിൽ വസിച്ച് സുഖിയാകും. വൃശ്ചികത്തിലെ പൗർണമിയിൽ രാസമണ്ഡലം നിർമ്മിച്ച് രാധാകൃഷ്ണന്മാരെ പൂജിച്ചാൽ ബ്രഹ്മാവിന്റെ കാലത്തോളം ഗോലോകത്തിൽ വസിക്കാം. ഏകാദശി വ്രതം നോക്കുകയാണെങ്കിലോ അവൻ വൈകുണ്ഠത്തിലെത്തും. സാവിത്രി ദേവിയെ ജ്യേഷ്ഠമാസത്തിൽ കറുത്ത പക്ഷത്തിൽ ചതുർദശിയിൽ ആരാധിക്കുന്നവർക്ക് ബ്രഹ്മലോകം ലഭിക്കും. മാഘമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ പഞ്ചമി തിഥിയിൽ വാണിയെ ആരാധിക്കുന്നവൻ മണിദ്വീപത്തിൽ അനവധി കാലം വാഴും. വിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് ഹരിനാമം ജപിക്കുന്നവൻ അസംഖ്യം യുഗം വൈകുണ്ഠത്തിൽ വാഴും. പിന്നീട് സാലോക്യാദി ചതുഷ്ടയങ്ങൾ അനുഭവിക്കും. ശിവലിംഗം മണ്ണുകൊണ്ടുണ്ടാക്കി നിത്യപൂജ ചെയ്യുന്നവൻ ശിവലോകത്ത് പോയി തിരിച്ചു ഭാരതത്തിൽ വന്ന് ജനിച്ച് രാജാധിരാജനായി വാഴും. ഓഹോഹോഹോ. നിത്യം സാളഗ്രാമ പൂജ ചെയ്ത് തീർത്ഥം സേവിച്ച് എല്ലാ വ്രതങ്ങളും എടുക്കുന്നവൻ വിഷ്ണുലോകത്തിൽ വസിച്ച് പിന്നീട് ഭാരതത്തിൽ ജനിച്ച് രാജാവായി വാഴും. പുണ്യക്ഷേത്രമായ ഭാരതത്തിൽ അശ്വമേധയാഗം നടത്തുന്നവൻ ഇന്ദ്രന്റെ അർദ്ധാസനം ലഭിക്കും. അതിലും 4 ഇരട്ടി ഫലമാണ് ദേവീയജ്ഞം കൊണ്ട് ലഭിക്കുന്നത്. ബ്രഹ്മാവും വിഷ്ണുവും ഈ യജ്ഞം നടത്തിയിട്ടുണ്ട്. എല്ലാ യജ്ഞങ്ങളിലും ശ്രേഷ്ഠം ശക്തിയജ്ഞമാണ്. ഇതിന് കിടനിൽക്കാൻ മറ്റൊരു യജ്ഞമില്ല. ദക്ഷയജ്ഞനാശം ചെയ്ത സമയത്ത് കലാധരൻ യജ്ഞം നടത്തിയിട്ടുണ്ട് കേട്ടോ. ദക്ഷ പ്രജാപതി, കശ്യപൻ, ധർമ്മൻ, ശേഷൻ, കർദമൻ, സ്വയംഭുവൻ, പ്രിയവ്രതൻ, സനൽകുമാരൻ, കപിലൻ, ധ്രുവൻ തുടങ്ങിയവർ ദേവീ മഖം ചെയ്തിട്ടുണ്ട്. ഈ യജ്ഞത്താൽ ശതായുഷിയായും ജീവൻ മുക്തനായി തീരും. ദേവന്മാരിൽ വിഷ്ണുവും വിഷ്ണുഭക്തന്മാരിൽ നാരദനും ശാസ്ത്രത്തിൽ വേദവും വർണ്ണങ്ങളിൽ ബ്രാഹ്മണനും തീർത്ഥങ്ങളിൽ ഗംഗയും വിശുദ്ധർക്കിടയിൽ ശിവനും വ്രതങ്ങളിൽ ഏകാദശിയും പൂക്കളിൽ തുളസിയും നക്ഷത്രങ്ങൾക്കിടയിലാണെങ്കിലോ ചന്ദ്രൻ പക്ഷികളിലാര് വൈനതേയൻ പതിവ്രതാരത്നങ്ങളിൽ രാധ ഭൂമി വാണി രമ തുടങ്ങിയവരും ഇന്ദ്രിയങ്ങളിൽ മനസ്സും പ്രജാപതിമാരിൽ ബ്രഹ്മാവും നരന്മാരിൽ നൃപനും ശ്രേഷ്ഠതയുള്ളവരാണ്. കാവുകളിൽ വൃന്ദാവനം, ഐശ്വര്യത്തിൽ ലക്ഷ്മി, വിദ്വാൻമാരിൽ സരസ്വതി, സതികൾക്കിടയിൽ ദുർഗ, സൗന്ദര്യത്തിൽ രാധ, യാഗങ്ങളിൽ അംബായാഗം ഏറ്റവും ശ്രേഷ്ഠത അർഹിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. എന്താണ് അറിയേണ്ടതാവോ? ദേവീപാദാർച്ചനം, ധ്യാനം, സ്തോത്രം, നാമജപം, കീർത്തനം, മനനം, നിത്യപൂജ തുടങ്ങിയവ ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് ഇതിഹാസ പുരാണങ്ങളും വേദവും ഉദ്ഘോഷിക്കുന്നു. ദേവി സാവിത്രി, അനിർഗുണ ബ്രഹ്മമായ ദേവിയെ തന്നെ ഭജിക്കുക. ഇതാ നിന്റെ പതി, ഇവനോടൊത്ത് നീ ഗൃഹത്തിൽ പോയി സുഖമായി വസിക്കുക. സർവസമ്മതമായ കർമ്മവിഭാഗം ഞാൻ പറഞ്ഞു തന്നു എന്ന് ആര് പറയണു? യമധർമ്മ രാജാവ് സാവിത്രിയോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി മൂലശക്തി മന്ത്രപ്രധാനം. മൂലശക്തി. അപ്പൊ ധർമ്മരാജാവിന്റെ ശക്തിയുടെ ഗുണങ്ങൾ കേട്ടുവല്ലോ. എന്നിട്ട് ഗദ്ഗത കണ്ഠയായിപ്പോയി സാവിത്രി. ഇത് പറഞ്ഞു, സകലരെയും ഉദ്ധരിക്കാൻ കഴിവുള്ള പരാശക്തിയുടെ വർണ്ണനം പറയുന്നവനും കേൾക്കുന്നവനും സർവ്വ ഐശ്വര്യങ്ങളെ ഉണ്ടാക്കും. ജരാനര ജനന മരണാദികൾ ഇല്ലാതാക്കും. ദാനവന്മാർക്കും സിദ്ധന്മാർക്കും തപസ്സിന്റെ പരമസ്ഥാനമാണത്. യോഗങ്ങൾ കൊണ്ടും വേദങ്ങൾ കൊണ്ടും സേവിക്കുന്നതിന്റെ ഫലം തന്നെയാണ് ശക്തി കീർത്തനം കൊണ്ടും ലഭിക്കുക. അമരത്വവും മുക്തിയും സിദ്ധിയും ശക്തിസേവയുടെ 16ൽ ഒരു അംശം വരില്ല. അല്ലയോ വേദവിത്തമാ, ഇനി ശക്തി പൂജാവിധിയെ പറ്റി പറഞ്ഞു തന്നാലും. ശുഭകർമ്മത്തിന്റെ ഫലം അങ്ങ് പറഞ്ഞു തന്നുവല്ലോ. ഇനി ദുഷ്കർമ്മത്തിന്റെ ഫലവും കൂടി പറഞ്ഞു തന്നാലും. അത് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഇരുട്ടിനൊരു വെളിച്ചുണ്ടോന്നല്ലോ. ഒരു വെളിച്ചത്തിനൊരു ഇപ്പൊ പകല് നല്ല സന്തോഷമായി, വെളിച്ചം പ്രകാശം, ഇവിടെയും പ്രകാശം. ഇപ്പൊ രാത്രി ഒരു ഇരുട്ടുണ്ടല്ലോ. അപ്പൊ ഇരുട്ടിന്റെ കാര്യം കൂടി നമ്മൾ അറിയണം. അങ്ങനെ പറഞ്ഞു. ദുഷ്കർമ്മത്തിന്റെ ഫലം പറഞ്ഞു തരണേന്ന് പറഞ്ഞു. എന്നിട്ട് താണു തൊഴുത് നമസ്കരിച്ചു. അപ്പൊ പണ്ട് പുഷ്കരത്തിൽ വെച്ച് സൂര്യൻ യമധർമ്മനെ തപസ് ചെയ്ത പുത്രനായി ലഭിച്ച ധർമ്മരാജനെ സംസ്കരിക്കുന്നു. ചരാചരങ്ങളിൽ സർവസാക്ഷിയായും സമബുദ്ധിയായും വർത്തിക്കുന്ന യമനെ തൊഴാം. കാലാകാലങ്ങളിൽ ജീവജാലങ്ങൾക്ക് അന്ത്യമുണ്ടാക്കുന്ന കൃതാന്തനെ നമസ്കരിക്കാം. പാപികളെ പരിശുദ്ധരാക്കുവാൻ വേണ്ടി ദണ്ഡം ധരിക്കുന്നവനും എല്ലാ ജീവികളെയും ശാസിക്കുന്നതിന് വേണ്ടി ദണ്ഡധാരിയായിരിക്കുന്ന ദേവനെ തൊഴാം.
വിശ്വത്തെ മുഴുവൻ കലനം ചെയ്യുന്നത് കൊണ്ടും വളരെയധികം ദുർനിവാര്യനായതുകൊണ്ടും കാലൻ എന്നു പേരാ ദേവനെ തൊഴാം. ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും സംയമനം സാധിച്ചവനും തപസ്വിയും ബ്രഹ്മനിഷ്ഠനും ജീവികൾക്ക് കർമ്മത്തിന്റെ ഫലദാതാവുമായ യമനെ തൊഴാം. ആത്മാരാമനും സർവജ്ഞനും പുണ്യം ചെയ്യുന്നവർക്ക് മിത്രമായിരിക്കുന്നവനും പാപികൾക്ക് കഷ്ടത്തെ കൊടുക്കുന്നവനുമായ മിത്രനെ ഞാൻ വണങ്ങുന്നു. ബ്രഹ്മാംശനായവനും ബ്രഹ്മ തേജസ് കൊണ്ട് ജ്വലിക്കുന്നവനും പരബ്രഹ്മ ധ്യാനത്തിൽ മുഴുകിയവനും ആയ ആ ഈശ്വരനെ നമസ്കരിക്കുന്നു. ഇപ്രകാരം പറഞ്ഞ സാവിത്രി യമനെ നമസ്കരിച്ചു. യമൻ അവൾക്ക് ശക്തി പൂജയും കർമ്മവിഭാഗവും പറഞ്ഞു കൊടുത്തു. ഈ യമാഷ്ടകം നിത്യം ജപിക്കുകയാണെങ്കിൽ യമനെ കൊണ്ടുള്ള ഭയം ഉണ്ടാവുകയില്ല, മുക്തി കൈവരിക്കുകയും ചെയ്യാം. ഭക്തിപൂർവ്വം ഈ സ്തുതി ചെയ്യുകയാണെങ്കിൽ പല ജന്മങ്ങൾ കൊണ്ടും യമൻ അവനെ ശുദ്ധനാക്കും എന്നുള്ള ഫലശ്രുതിയോടുകൂടി ഈ യമസ്തുതി എന്ന 31-ാം അധ്യായം ഭഗവത്പാദങ്ങൾ സമർപ്പിച്ചു. നാളെ പാതക ഫലങ്ങൾ. ഇപ്പം നല്ലത് മാത്രം അറിഞ്ഞാൽ പോരാ, ചീത്ത കാര്യങ്ങൾ അറിയണമെന്ന് സാവിത്രി പറഞ്ഞല്ലോ. അപ്പൊ അത് പറഞ്ഞു. അപ്പൊ നമുക്കത് നാളെ കേൾക്കാം.